പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെയുള്ള ടിക് ടിക് ക്ലിപ്പുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ക്ലിപ്പുകൾ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്തിട്ടുള്ള പഴയ ക്ലിപ്പിൽ ഫ്ലവേഴ്സൊക്കെ പറഞ്ഞു പോകുന്നത് വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തിട്ട് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നെറ്റിന് പകരം നമുക്ക് ഏത് ക്ലോത്തും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ബാക്കി വരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഹെയർ ബാൻഡുകളും ഹെയർ ക്ലിപ്പുകളും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. 10 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു പീസാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു സൂചി എടുത്തിട്ടുണ്ട്, അതിലൂടെ നൂല് കോർത്തിട്ട് രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു തുണി ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തുണി ഫുള്ളായിട്ടും ഇതുപോലെ പകുതിയാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മടക്കിൻ്റെ ഭാഗത്തുകൂടെ ഇതുപോലെ സൈഡിലൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ മുകളിലേക്കും താഴേക്കുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഈ ഒരു തുണി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സൂചി ഇതുപോലെ വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ കെട്ടിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് അതിനുള്ളിലൂടെ നമ്മുടെ സൂചിയെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ രണ്ട് നൂലുകൾക്കിടയിലൂടെ ഇതുപോലെ സൂചിയെ കോർത്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ നൂലിനെ അവിടെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ടൈറ്റ് ആവണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ സൂചിയിൽ ചുറ്റിയിട്ടാണ് ഞാൻ ലോക്കിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ഇതിൻ്റെ ഫ്രില്ലൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റം ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നമുക്കിതൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലവർ കുറച്ച് ചെറുതായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് ആക്കിയെടുക്കാം. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ ഒരു തുണിയെ മടക്കിയിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഇതുപോലെ നമ്മളൊന്ന് വിടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഹെവി ആയിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും. നമുക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഫ്ലവർ വേണമെങ്കിൽ നമ്മളിപ്പോൾ 10 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ട് തുണി എടുത്താൽ നമുക്ക് ഒന്നുകൂടെ നല്ല തിക്കായിട്ടുള്ള ഭംഗിയിലുള്ള ഫ്ലവർ കിട്ടും. ഇനി ഇതിന് നമുക്ക് സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്. ഒട്ടിക്കാനായിട്ട് B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഫ്ലവറിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ഓരോ സ്റ്റോണായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ക്ലിപ്പിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. B7000 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ ഇതുപോലെ ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ എൻഡിൽ ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നൂലൊക്കെ വലിഞ്ഞു പോകുന്ന വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെയിം ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡിലും മലകര ക്ലിപ്പിലും കുട്ടികളെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.